إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدِ الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وتقا وهدى وفقهنا في الدين. ഏറെ ബഹുമാനമുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച് സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവലോക സ്രഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിതം കഴിവിൻ്റെ പരമാവധി ധന്യമാക്കണമെന്ന് സ്വന്തത്തെ വിസ്മരിക്കാതെ എല്ലാ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തും ബർക്കത്തും സദാസമയവും നമ്മളിലെല്ലാം വർഷിക്കുമാറാകട്ടെ. മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വളരെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ. പ്രഗൽഭ പണ്ഡിതൻ കൂടിയായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പ്രസ്താവനയുണ്ട്. രക്ഷിതാക്കൾക്ക് ഗൗരവതരത്തിലുള്ള ഒരു താക്കീത് എന്ന നിലക്കാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ആ കാര്യം പറയുന്നത്. വകം മിമ്മൻ അഷ്ഖാ വലദഹു വഫിൽദത കബദിഹി ഫിദ്ദുനിയ വൽ ആഖിറ ബിഇഹ്മാലിഹി വതർകി തഅദീബിഹി വഇആനതി ലഹു അലാ ശഹവാതിഹി വയസ്അമു അന്നഹു യുക്രിമുഹു വഖദ് അഹാനഹു വഅന്നഹു യർഹമുഹു വഖദ് ളലമഹു വഹറമഹു ഫഫാതഹു ഇന്തിഫാഉഹു ബിവലദിഹി വഫവ്വത് അലൈഹി ഹല്ലഹു ഫിദ്ദുനിയ വൽ ആഖിറ വഇദാ അഅ്തബറതൽ ഫസാദ ഫി ഔലാദി റഅയ്ത ആമ്മതഹു മിൻ ഖബ്ലിൽ ആബാഇ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്, എത്രയെത്ര മാതാപിതാക്കളാണ് അവരുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ കാര്യത്തിൽ തങ്ങളുടെ അലസത കാരണത്താലും മര്യാദകൾ പഠിപ്പിക്കാതെയും അവരുടെ എല്ലാ ഇച്ഛകൾക്കും സഹായം നൽകിക്കൊണ്ടും
ഈ ലോകത്തും പരലോകത്തും അവരെ ദൗർഭാഗ്യവാന്മാരാക്കി മാറ്റിയിട്ടുള്ളത് എന്ന്. ഒന്നുകൂടി ഞാൻ പറയാം. എത്രയെത്ര മാതാപിതാക്കളാണ് അവരുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ കാര്യത്തിൽ, അതായത് മക്കളുടെ കാര്യത്തിൽ, ഈ പറയുന്ന മാതാപിതാക്കളുടെ അലസത കാരണത്താലും അവരെ മര്യാദകൾ പഠിപ്പിക്കാതെയും അവരുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും, അതായത് അവരുടെ ഇച്ഛകൾക്കും, അവർക്ക് തോന്നുന്നതെന്തോ, കുട്ടികൾ ആഗ്രഹിക്കുന്നതെന്തോ, മക്കൾ ചിന്തിക്കുന്നതെന്തോ, ആ കാര്യങ്ങൾക്കെല്ലാം സഹായം നൽകിക്കൊണ്ടും ഈ ലോകത്തും പരലോകത്തും അവരെ ദൗർഭാഗ്യവാന്മാരാക്കി മാറ്റിയിട്ടുള്ളത് എന്ന്. വേനലവധി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പഠിപ്പിച്ച ഈ കാര്യം വളരെ അർത്ഥവത്താണ് എന്ന് തീർച്ചയായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കൾ സ്കൂളുകളെല്ലാം പൂട്ടി ഒരു വേനലവധി പരമാവധി അനുഭവിച്ചും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണുള്ളത്. സത്യത്തിൽ അവധിക്കാലം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്, ഇതൊരു പ്രശ്നമല്ല. ചില മാതാപിതാക്കൾ, ചില രക്ഷിതാക്കളൊക്കെ പറയും, സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഹൈറായിരുന്നു, കുടുങ്ങിയിട്ട് ഞങ്ങളെ കൊണ്ട് എന്നൊക്കെ പറയും. കുട്ടികൾ വീട്ടിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. ആ രാവിലെ 10 മണിക്കാണ്ട് സ്കൂൾ കണ്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണി ആവണ വരെ നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ലായിരുന്നു. ഇതൊക്കെ ഇപ്പൊ വീട്ടിലായതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയും. സത്യത്തില് അവധിക്കാലം എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. വേനൽ അവധി എന്ന് പറയുന്നത്, ഈ അവധിക്കാലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു അനുഗ്രഹമാണ്. പക്ഷേ അവിടെ എന്തുകൊണ്ടാണ് അതൊരു പ്രയാസമായും പ്രശ്നമായും മാറുന്നത്? അശ്രദ്ധ ബാധിക്കുന്നത് കൊണ്ടാണ്. ഒഴിവ് സമയം എന്ന് പറയുന്നത് ഒരു മഹത്തായ നിഅമത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു ഹദീസിലൂടെ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഅബൂനൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹതു വൽ ഫറാഉ. 2 മഹാ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളെ തൊട്ട് മനുഷ്യരിൽ അധികം ആളുകളും അശ്രദ്ധാലുക്കളാണ്. ഒന്ന് അവരുടെ ആരോഗ്യമാണ്, മറ്റൊന്ന് അവരുടെ ഒഴിവ് സമയമാണ്. അപ്പൊ ഒഴിവ് സമയം അനുഗ്രഹമാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ഒഴിവ് സമയത്തെക്കുറിച്ച് നാളെ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു തആല പരലോകത്ത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. നിന്റെ ഓരോ സമയവും നീ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് റബ്ബുൽ ഇസ്സത്ത് നാളെ പരലോകത്ത് വെച്ച് വിചാരണയുടെ വേളയിൽ നമ്മളെ ചോദ്യം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു സ്വഹാബിക്ക് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്, ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് 5 അവസ്ഥകൾക്ക് മുമ്പുള്ള 5 അവസ്ഥകൾ, അത് നീ പ്രത്യേകം ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ആ പറയുന്ന കാര്യത്തിൽ ഒന്നെന്താണെന്നറിയോ? ഫറാഅക ഖബ്ല ശുഅലിക. നിന്റെ ജീവിതത്തിൽ കുറെ തിരക്കുകൾ വരുന്നൊരു ഘട്ടമുണ്ടാകും, അതിനു മുമ്പുള്ള ഒഴിവ് സമയം അത് പരമാവധി നീ ഉപയോഗപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഒരു അമാനത്താണ് കുടുംബനാഥനുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊക്കെ സുപരിചിതമായ ഒരു ആയത്താണത്. 66-ാമത്തെ അധ്യായം, 66-ാമത്തെ സൂറത്തു തഹരീം, അതിന്റെ 6-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ. പരിശുദ്ധ ഖുർആൻ ഒരു പ്രത്യേകത ഉണ്ട്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് ഖുർആൻ എവിടെയെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒരു നന്മ കൽപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു തിന്മ വിരോധിക്കാനോ ആയിരിക്കും അത്. ആ വിളിയെല്ലാം ഒന്നെങ്കിൽ ഒരു നന്മ, പുതുതായിട്ടൊരു നന്മ പഠിപ്പിക്കാൻ, കൽപ്പിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിന്മ വിരോധിക്കാനായിരിക്കും. അല്ലാഹു തആല ഇവിടെ വിളിക്കുന്നത് ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ, മുഅ്മിനുകളെ എന്നാണ്. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നരകത്തീയിൽ നിന്ന് കാത്തുരക്ഷിക്കണം. മാത്രം മതിയോ? പോരാ. ഒരു കുടുംബത്തിന്റെ നാഥനുള്ള ഉത്തരവാദിത്വം അള്ളാഹു അവിടെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തെ തൊട്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, അമാനത്തുണ്ട്. അള്ളാഹു ആ കുടുംബത്തെ തൊട്ട് നിങ്ങളോട് ചോദിക്കും, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? സ്വന്തം നഫ്സിനെ നരകത്തിൽ നിന്ന് കാക്കാൻ നിങ്ങൾ എത്ര ശ്രദ്ധ കാണിക്കുന്നോ അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് കാക്കണം, അവരെയും നരകത്തെ തൊട്ട് രക്ഷിക്കണം.
നരകത്തിലേക്ക് പോകുന്ന അവസ്ഥ കുടുംബത്തിനുണ്ടാകരുത് എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ശ്രദ്ധ വേണം എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യനും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന ആ നരകാഗ്നി, അതിനെ തൊട്ട് നിങ്ങളുടെ സ്വന്തം നഫ്സിനെയും നിങ്ങൾ കാക്കണം, കുടുംബത്തിന്റെ നഫ്സിനെയും കാക്കണം. അപ്പോ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രായപൂർത്തി എത്തുന്നതുവരെ, പക്വത എത്തുന്നതുവരെ തീർച്ചയായും രക്ഷിതാക്കൾക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. കുട്ടികളെ നേരായ വഴിയിൽ നടത്തേണ്ട, അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും നൽകേണ്ട ബാധ്യത ഉമ്മാക്കും ഉപ്പാക്കും ആ കുടുംബത്തിലുണ്ട്, തീർച്ചയായും ഉണ്ട്. കുട്ടികൾ കുറെ വളർന്നു, അവരെ പരമാവധി നേരിന്റെ മാർഗത്തിൽ നടത്താൻ വേണ്ടി രക്ഷിതാക്കൾ പരിശ്രമിച്ചു, ഒരുപാട് വളർന്നു, പക്വത പ്രാപിച്ചു, പ്രായപൂർത്തിയെത്തി. അതിനുശേഷവും കുട്ടികൾ വഴിതെറ്റി പോകുന്നതിനെ തൊട്ട് രക്ഷിതാക്കൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകേണ്ട പ്രായത്തിൽ നൽകാൻ ഒരു രക്ഷിതാവിന് ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വന്തം നഫ്സിനെ നരകത്തിൽ നിന്ന് കാക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുന്ന പോലെ തന്നെ കുടുംബത്തെയും നിങ്ങൾ നരകത്തീയിനെ തൊട്ട് കാക്കണം എന്ന് പറയുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തത്തിന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഉഗ്ഫിർ ലനാ വർഹംനാ, അല്ലാഹുവേ പുറത്തു തരണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. പരിശുദ്ധ ഖുർആൻ ഒരുപാട് ഭാഗത്ത് കാണാൻ കഴിയും. അല്ലാഹു തആലയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എന്റെ കുടുംബത്തെ തൊട്ട് അവരുടെ പാപങ്ങൾ, അവരുടെ പോരായ്മകൾ നീ പുറത്തു കൊടുക്കണമേ. അതേപോലെ തന്നെ അവരെ നിസ്കാരം നേരെ ചൊവ്വേ നിലനിർത്തുന്നവരാക്കി നീ അവരെ മാറ്റുകയും ചെയ്യണമേ. നിസ്കാരം നേരെ ചൊവ്വേ നിലനിർത്തുന്നവരാക്കി നീ അവരെ മാറ്റുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹിം നബി, ഖലീലാണ്, അള്ളാഹുവിന്റെ ഉറ്റമിത്രം, സുഹൃത്താണ്. ആ ഇബ്രാഹിം നബി അള്ളാഹിനോട് തേടാണ്, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും നിസ്കാരം നേരെ ചൊവ്വേ നിലനിർത്തുന്നവരാക്കി നമ്മൾ മാറ്റണമേ എന്ന്. അവിടെ കുട്ടികളെ സ്വാഭാവികമായിട്ടും വേനൽ അവധിയാകുമ്പോൾ, അവധി കാലഘട്ടത്ത് ഈ സമയത്ത് മക്കൾ പരമാവധി പലപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, വീടുമായി ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. ആ സന്ദർഭങ്ങളിലെല്ലാം നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കുന്നുണ്ട്. അത് നഷ്ടപ്പെടുന്നതിൽ നമുക്ക് പേടിയുണ്ട് എന്ന് നമ്മൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഞാൻ ഈ ഓതി വെച്ച തഹ്രീമിലെ 6-ാമത്തെ ആയത്ത്, 66-ാമത്തെ സൂറത്തിലെ 6-ാമത്തെ ആയത്ത്, ഇതിനെ വിശദീകരിച്ചുകൊണ്ട് സലഫുകൾ, പൂർവികരായ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. വഖാല അലി ഇബ്നു അബീ ത്വൽഹ ഇബ്നു അബ്ബാസിൻ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നഫ്സിനെയും കുടുംബത്തെയും നരകത്തീയിനെ തൊട്ട് രക്ഷിക്കണം, കാക്കണം എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണ്? യഖൂലു ഇഅ്മലു ബിത്വാഅത്തില്ലാ വത്തഖു മആസില്ലാ, അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ നിങ്ങൾ കൽപ്പിക്കണം, അവരോട് ഇഅ്മലു ബിത്വാഅത്തില്ലാ, അല്ലാഹുവിനുള്ള അനുസരണം അത് നിങ്ങൾ പരമാവധി പ്രാവർത്തികമാക്കണം. അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്ന കാര്യം നിങ്ങൾ പരമാവധി പ്രാവർത്തികമാക്കണം. വത്തഖു മആസില്ലാ, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന വിഷയങ്ങൾ അതിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. വഅമറു അഹ്ലീകും ബിദ്ദിക്രി, നിങ്ങൾ കുടുംബത്തോട് അള്ളാഹുവിനെ സദാ സ്മരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യണം. യുനജ്ജികുമുല്ലാഹു മിനന്നാർ, അള്ളാഹു തആല അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ് എന്ന്. അപ്പൊ കുടുംബത്തോട് റബ്ബിനെ ഓർത്ത് കഴിയാൻ വേണ്ടി നിരന്തരം ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കണം എന്നാണ്. ആദ്യം നാം ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മക്കൾക്ക് മാതൃകയാകണം എന്നുള്ളതാണ്. പലപ്പോഴും കുട്ടികളോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ഉപദേശിക്കുക മാത്രം ചെയ്യും, അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. നമ്മൾ പറയുന്ന വാക്കുകൾക്കപ്പുറത്ത് നമ്മൾ കാര്യങ്ങൾ, നന്മകൾ ചെയ്ത് കാണിച്ചു കൊടുത്താൽ സ്വാഭാവികമാണ് അവിടെ അനുകരണത്തിന്റെ തമ്പ്രാക്കന്മാരാണ് മക്കൾ എന്ന് പറയുന്നത്. നമ്മൾ നന്മ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾ അതേപോലെ ചെയ്യും. അതുകൊണ്ടാണല്ലോ ചെറിയ മക്കളൊക്കെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ ഉമ്മാരൊക്കെ നിസ്കരിക്കുമ്പോൾ കുട്ടികൾ അതേപോലെ വലിയ തട്ടക്കെട്ട് വന്നുകൊണ്ട് ഉമ്മാന്റെ അടുത്ത് നിന്ന് നിസ്കരിക്കണം. എന്തുകൊണ്ടാണ്? അത് കുട്ടികളോട് പറയണമെന്നില്ല. ഉമ്മ നിസ്കരിക്കുമ്പോൾ കുട്ടികൾ വന്നിട്ട് നിസ്കരിക്കും. ഉമ്മാന്റെ നിസ്കാരത്തിലെ ഓരോ കർമ്മങ്ങളും കുട്ടികൾ നോക്കിയിട്ട് അത് അതേപോലെ മനസ്സിലാക്കിയെടുക്കും. അപ്പൊ ഉമ്മാക്ക് എത്ര അറിവുണ്ടോ, ഉപ്പാക്ക് എത്ര അറിവുണ്ടോ, അത് കുട്ടികൾക്കും കൃത്യമായി ലഭിക്കും. ഉമ്മയും ഉപ്പയും വീട്ടിൽ നിന്ന് റബ്ബിനെ കുറിച്ച് ചർച്ച ചെയ്യുക, ദീനിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, എന്തായാലും അത് കുട്ടികളിൽ പ്രതിഫലിക്കും. അപ്പോ നമ്മൾ രക്ഷിതാക്കൾ ആദ്യം മാതൃകയായി കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. മഹാനായ പണ്ഡിതൻ ഇമാം
ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള പഠിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത പഠിപ്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംസാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും പ്രവൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും സത്യസന്ധത പഠിപ്പിക്കുക. അവരോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കളവ് പറയാതിരിക്കുക. അവർക്ക് നിങ്ങൾ എന്തെങ്കിലും വാഗ്ദാനം നൽകുകയാണെങ്കിൽ അത് നിങ്ങൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുക. കാരണം അതെല്ലാം കുട്ടികളിൽ സ്വാധീനം ഉണ്ടാക്കും എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പൂർവികരായ സലഫുകൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, സന്താനത്തെ മര്യാദ പഠിപ്പിക്കുന്നവരോട് പൂർവികരായ സലഫുകൾ പറയാണ്, സന്താനങ്ങളെ മക്കളെ അദബ് പഠിപ്പിക്കുന്നിടത്ത്, മര്യാദ പഠിപ്പിക്കുന്നിടത്ത് പണ്ഡിതന്മാര് പറയാണ്, സന്താനത്തിന്റെ പ്രഥമ സംസ്കരണം നീ സ്വന്തത്തെ നന്നാക്കുന്നതിലാണ്. കുട്ടികൾ നന്നാവണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ നന്നായി കാണിച്ചു കൊടുക്കുക. തീർച്ചയായും അവരുടെ നയനങ്ങൾ നിങ്ങൾക്ക് മേൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ കണ്ണുകൾ, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് മേലിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ അടുക്കലുള്ള നന്മ നിങ്ങൾ ചെയ്യുന്നതും അവർ തിന്മയായി മനസ്സിലാക്കുന്നത് നിങ്ങൾ ഉപേക്ഷിക്കുന്നതുമായ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ വേണം കുട്ടികൾക്ക് ജീവിതം കൊണ്ട് നന്മ പഠിപ്പിച്ചു കൊടുക്കാനും. തിന്മ തെറ്റാണ്, തിന്മയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതം കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തിയിട്ട്, ചെറിയ മോനാണ്, ചെറിയ കുട്ടിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ കുടുംബം കൂടിയാണ്. ആ റസൂലുള്ളാഹിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, യാ ഉലാം യഹ്ഫളില്ലാഹ യഹ്ഫളുക ഇന്നി ഉഅല്ലിമുക. റസൂലുള്ളാഹിന്റെ ഒരു രീതി നോക്കൂ നിങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കുൻതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ. ഒരു ദിവസം ഞാൻ റസൂലുള്ളാഹിന്റെ പിന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫഖാല, അപ്പൊ അള്ളാഹിന്റെ റസൂൽ ഇന്നെങ്ങനെ വിളിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, യാ ഉലാം, ഏയ് മോനെ, കുട്ടി, ഇന്നി ഉഅല്ലിമുക ബികലിമാത്തിൻ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് പറയണേ, ഇഹ്ഫളില്ലാഹ യഹ്ഫളുക. വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളാണ് ഒരു കുട്ടിക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, എന്റെ കുട്ടി അള്ളാഹിനെ സൂക്ഷിക്കണം കേട്ടോ, അങ്ങനെയെങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നീ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ നിനക്ക് കണ്ടെത്താമെന്ന്. അള്ളാഹിനെ നിനക്ക് കണ്ടെത്താം എന്ന് പറയുന്നത് എന്താണ്? ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ സഹായം നിനക്ക് വന്നുകൊണ്ടേയിരിക്കും. അള്ളാഹിന്റെ ഒരു പ്രത്യേകമായ സംരക്ഷണം എന്റെ കുട്ടിക്ക് കിട്ടും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം എന്താ പറയുക, ഇദാ സഅൽത ഫസ്അലില്ലാ, എന്റെ കുട്ടി എന്ത് ചെയ്യണം? എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് അള്ളാഹിനോട് ചോദിക്കണം. ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, സഹായം തേടുകയാണെങ്കിൽ അതും അള്ളാഹുവിനോട് സഹായം തേടണം. വീട്ടിലൊരു ദുരിതം ഉണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഉമ്മിപ്പൊക്കെ ഇരുന്നിട്ട് കൈകൾ മുഴുവൻ റബ്ബിലേക്ക് ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് മാത്രമായി പ്രാർത്ഥിക്കുന്ന കാഴ്ചക്കപ്പുറത്തേക്ക് ഒരു രോഗം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ മക്കളെയും കുടുംബത്തെയൊക്കെ കൂട്ടിയിട്ട് ഏതെങ്കിലും ജാറങ്ങളിലേക്കും മക്ബറുകളിലേക്കും പോയി അവിടെ ചെന്നിട്ട് അതെല്ലാം അവിടുത്തെ ഷെയ്ഖ്മാരിൽ അല്ലെങ്കിൽ ആ ഖബറിൽ കിടക്കുന്ന മഹാന്മാരിൽ ഭരമേൽപ്പിച്ചിട്ട് ഒരു ചരടും കെട്ടി പോരുമ്പോൾ കുട്ടി വിചാരിക്കുന്ന എന്താണ്? ചെറിയ മക്കൾ വിചാരിക്കുന്ന എന്താണ്? ഒരു പ്രതിസന്ധി വരുമ്പോൾ റബ്ബിലേക്ക് കൈകൾ ഉയർത്തല്ല, ആദ്യം തന്നെ ഇങ്ങനത്തെ പ്രവർത്തനങ്ങളാ ചെയ്യേണ്ടതെന്ന്. എത്ര നല്ല രീതിയിലാണ് ശിർക്ക് അവിടെ പഠിപ്പിച്ചു കൊടുത്തതെന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. കുട്ടികൾ എന്തോ പവിത്രമായ നന്മയാണെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹുവിന്റെ ഉജൂദിനെ പറ്റി, അള്ളാഹിന്റെ അസ്തിത്വത്തെ പറ്റി സംശയാസ്പദമായ രൂപത്തിൽ മാതാപിതാക്കൾ സംസാരിച്ചാൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള മക്കൾ സംസാരിച്ചാൽ കുട്ടികളിൽ അതെങ്ങനെയാണ് ബാധിക്കുക? കുട്ടി വിചാരിക്കൂലേ, അപ്പൊ അള്ളാഹു ഇല്ലേ, പരലോകം ഇല്ലേ? പരലോകത്തെ കളിയാക്കി സംസാരിക്കുക, ദീനിനെ കളിയാക്കി മക്കളെ മുമ്പിൽ നിന്ന് സംസാരിക്കുക. വളർന്നു വരുന്ന തലമുറ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള നിലവിലെ സാഹചര്യം എങ്ങനെയാണെന്നൊക്കെ അറിയാം. അത് കുട്ടികളിൽ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കൂലേ? അതുകൊണ്ട് എപ്പോഴും കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്, ഒപ്പിയെടുക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ദീനിനെ കുറിച്ച് അഭിമാന ബോധത്തോടുകൂടി സംസാരിച്ചു നോക്കൂ. വളർന്നു വരുന്ന തലമുറയിൽ, കുട്ടികളിൽ അത് ഏറ്റവും നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് വീട്ടിൽ നിന്നാണ് അവർക്ക് ആദ്യം ആ പരിചരണം ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട എന്താണ്? എൻ്റെ കുട്ടി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് അള്ളാഹിനോട് ചോദിച്ചാൽ മതി കേട്ടോ. പടപ്പുകളിലേക്ക് അടുക്കുക വേണ്ട, അള്ളാഹുവിലേക്ക് അടുക്ക്, പടച്ചവനിലേക്ക് മതി. എന്തെങ്കിലും സഹായം തേടണോ, അതിൻ്റെ കുട്ടി അള്ളാഹുവിനോട് മാത്രം സഹായം ആവശ്യപ്പെട്ടാൽ മതി എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. يعلم أن الأمة لو اجتمعت على أن ينفعوك بشيء لم ينفعوك إلا بشيء قد كتبه الله لك
വലവിജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലൻ യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക റുഫിഅത്തിൽ അക്ലാം വജഫത്തിൽ സുഹഫ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയാണ്, ലോകത്തുള്ള സർവ്വ മനുഷ്യരും നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടി. അള്ളാഹ് നിനക്കത് കണക്കാക്കിയിട്ടില്ല, എന്റെ കുട്ടിക്ക് അത് കിട്ടൂല. ലോകത്തുള്ള സർവ്വ മനുഷ്യരും നിനക്കൊരു ഉപദ്രവം വരുത്താൻ വേണ്ടി ഒരുമിച്ച് കൂടി. അങ്ങനെ ആസൂത്രണം ചെയ്തു. അള്ളാഹു അത് കണക്കാക്കിയിട്ടില്ലെങ്കിൽ ഒരു ഉപദ്രവവും നിനക്ക് വരുത്താൻ പറ്റൂല. ആത്യന്തികമായിട്ട് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഏറ്റവും റീസെന്റായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം ന്യൂനപക്ഷത്തെ, ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ ഒരു രണ്ടാം പൗരന്മാരാക്കി കാണുന്ന രൂപത്തിൽ, വലിഞ്ഞു കയറി വന്നവരായി കാണുന്ന രൂപത്തിൽ, ഒരു സെക്കൻഡറി പേഴ്സണായി കാണുന്ന രൂപത്തിൽ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരിക. എന്നിട്ട് മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളുടെ അസ്തിത്വത്തെ, നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുക, മുസ്ലിങ്ങളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുക, അവരിവിടെ രണ്ടാം പൗരന്മാരാണ് എന്നുള്ള രീതിയിൽ മുദ്ര കുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. എന്തെല്ലാം ആസൂത്രണങ്ങളാണ് ഇരുട്ടിന്റെ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ ഇതിനെതിരെ റാലികൾ സംഘടിപ്പിക്കണം, സമരങ്ങൾ സംഘടിപ്പിക്കണം. ഒരു സംശയവും ആ കാര്യത്തിലില്ല. കാരണം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രപിതാവ് ചെയ്ത ഒരുപാട് നയങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം സമരങ്ങൾ തന്നെയായിരുന്നു. ഇനി നമ്മൾ അതിനൊക്കെ ശേഷമുള്ള കാലഘട്ടം നോക്കുക, നമ്മുടെ പൂർവികന്മാരായ നേതാക്കന്മാരെ നോക്കുക. ഏറ്റവും നല്ല രീതിയിൽ, ജനാധിപത്യപരമായ രീതിയിൽ, മതേതരത്വ രീതിയിൽ തന്നെ ഇവിടെയുള്ള ഇത്തരം കാഴ്ചപ്പാടുള്ള ഗ്രൂപ്പുകളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് പൊതു തിന്മകൾക്കെതിരെ ശബ്ദിച്ച ഒരുപാട് ഉദാഹരണങ്ങളില്ലേ? കെ എം മൗലവിയുടെ ചരിത്രം വായിച്ചാൽ, ഉമർ മൗലവിയുടെ ചരിത്രം വായിച്ചാലൊക്കെ അത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇതെല്ലാം ഏറ്റവും അഭികാമ്യമായ, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതിലൊന്നും സംശയങ്ങളില്ല. ഇവിടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെതിരെ മുന്നോട്ട് പോകാൻ കഴിയണം, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ കഴിയും. അതിനെല്ലാം അപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നിരന്തരമായ പ്രാർത്ഥന. കാരണം ഉപരിലോകത്തുള്ള റബ്ബുൽ ഇസ്സത്താണല്ലോ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് പ്രാർത്ഥനകളുമായി മുന്നേറുക എന്ന് മാത്രമല്ല, അള്ളാഹുവിൽ കൃത്യമായ തവക്കുൽ ഉണ്ടാവുക. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് നീ എന്ത് ചെയ്യണം? റബ്ബിൽ ഭരമേൽപ്പിക്കുക. നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. അള്ളാഹുവിൽ കാര്യങ്ങളെ ഭരമേൽപ്പിച്ച് മുന്നോട്ട് പോകണം. ഈമാനിന്റെ ഏറ്റവും ഹയർ ലെവൽ എന്ന് പറയുന്നത് തവക്കുലാണ്. ഏറ്റവും ഉന്നതമായ ഭാഗം എന്ന് പറയുന്നത് തവക്കുലാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അള്ളാഹ്ക്ക് ഇഷ്ടമാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന മനുഷ്യരെ. അത് ഏത് ചെറിയ കാര്യമാണെങ്കിൽ പോലും ഞാൻ എൻ്റെ റബ്ബിൽ ആ കാര്യം ഭരമേൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ ദുനിയാവിൽ ഒരു മനുഷ്യനെയും പേടില്ല, ഒരു ബില്ലിനെയും പേടില്ല, എനിക്ക് ഒരാളെയും പേടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഫിറഔന്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു സ്വപ്നം കാണുന്നു, ഏതോ ഒരു ആൺകുഞ്ഞ് തന്നെ കൊല്ലാൻ വരുന്നു എന്നുള്ള രീതിയിൽ സ്വപ്നം കാണുകയാണ്. അത് ഫിറഔന്റെ കാതിലെത്തുകയാണ്. ആ നാട്ടിൽ ജനിക്കുന്ന സർവ്വ ആൺകുട്ടികളെയും കൊല്ലണം എന്നുള്ള ഉത്തരവിറക്കുകയാണ്. ആ നാട്ടിൽ ജനിക്കുന്ന സർവ്വ ആൺകുട്ടികളെ ഇനി മുതൽ ജീവിക്കാൻ പാടില്ല, ജനിക്കാൻ പാടില്ല, കൊല്ലണം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മൂസാ നബി അലൈഹി ഇസ്ലാമയെ പെട്ടിയിൽ നിന്ന് കിട്ടുന്നത്. ഫിറഔൻ എന്താണ് പറഞ്ഞത്? സർവ്വ ആൺകുട്ടികളെയും കൊല്ലണം. അതേ ഫിറഔനിന്റെ കൊട്ടാരത്തിൽ ഫിറഔനിന്റെ ചെലവിലാണ് മൂസാ നബി വളരുന്നത്. ഫിറഔനിന്റെ ചെലവിലാണ് മൂസാ നബി വളരുന്നത്. അവിടെയാണ് പരിശുദ്ധ ഖുർആന്റെ 3-ാമത്തെ സൂറത്ത് ആലു ഇമ്രാനിന്റെ 54-ാമത്തെ ആയത്ത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി വായിക്കേണ്ടത്. മക്റൂ മക്കറല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ. അവര് തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹു ഏറ്റവും നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ്. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ, ജനാധിപത്യ സംവിധാനത്തെ, മതേതര കാഴ്ചപ്പാടിനെയൊക്കെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ, ഭരണഘടനാ സംവിധാനത്തെ മാറ്റി എഴുതാനും അതിനൊക്കെ പുല്ലുവില നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇവിടുത്തെ ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ അടുത്തുനിന്ന് ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയപരമായി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുക. ഏറ്റവും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ വിവേകത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് റബ്ബിൽ ഭരമേൽപ്പിക്കുക. നിരന്തരമായ പ്രാർത്ഥനകൾ ഉണ്ടാവുക. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന, എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി ആസൂത്രണം ചെയ്യുന്നവൻ റബ്ബാണ്. അതുകൊണ്ട് അള്ളാഹു എല്ലാ ആസൂത്രണത്തിന്റെയും അപ്പുറത്ത് റബ്ബിനൊരു ആസൂത്രണമുണ്ട്. അതേ നടപ്പാവുള്ളൂ. അത് ഹൈറായി കിട്ടാൻ വേണ്ടി, റബ്ബിന്റെ അടുക്കൽ നിന്ന് നന്മ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് റസൂലുള്ളാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ലോകത്തുള്ള സർവ്വ മനുഷ്യർ ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപദ്രവം വരുത്താൻ വേണ്ടി ശ്രമിച്ചു. അള്ളാഹ് അത് കണക്കാക്കിയിട്ടില്ലെങ്കിൽ നിന്റെ രോമത്ത് പോലും തൊടാൻ കഴിയൂല എന്നാണ് അള്ളാഹുവിന്റെ റസൂല് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു അവധിക്കാല സമയത്ത് കുട്ടികളുടെ കൂടെ പരമാവധി സമയം സ്പെൻഡ് ചെയ്യുക.
കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കുക, നമ്മൾ തന്നെ കുറേ അനാവശ്യമായ കുറേ ബിസിയിലാവുക, എന്നിട്ട് കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, അവർക്ക് വന്ന് പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ചിലർ എന്തുകൊണ്ടാണ് ഈ ചെറിയ മക്കളൊക്കെ പോയിട്ട് ബാക്കിയുള്ളവരോട് പല കാര്യങ്ങളും പറയുന്നത്? ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചിലപ്പോൾ ചെറിയ തെറി വാക്കുകൾ പറയും, അതേപോലെ തന്നെ മോശം കാര്യങ്ങൾ. ചെറിയ മക്കൾ പോലും നമ്മളെ അന്താളിച്ചു, ഈ കുട്ടിൻ്റെ വായിൽ നിന്ന് എങ്ങനെയാണ് ഇത് വന്നത്, ഈ കുട്ടി ഇത് എവിടുന്നാണ് പഠിച്ചത്, എവിടുന്നാണ് ഈ കാര്യങ്ങളൊക്കെ പോയി ഷെയർ ചെയ്യണത്? ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്നുള്ള എനിക്ക് അറിയാൻ പറ്റും. ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളിൽ നിന്നാണ് വളരെ മോശം വീഡിയോസും സൈറ്റുകളും പോലും ഷെയറായി പോകുന്നത്, ചെറിയ മക്കളുടെ അടുത്തുനിന്ന്, അതും പെൺകുട്ടികളുടെ അടുത്തുനിന്ന്. അങ്ങനെ ഈ വിഷയം സ്കൂളിലൊരു ഉണ്ടായി കുട്ടികളെ ചോദ്യം ചെയ്തപ്പോൾ അറിയാൻ പറ്റണത് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് കുട്ടികൾ ഇത്തരം വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് കുട്ടികൾ ഇത്തരം ഒരു ലോകത്ത് ഇങ്ങനെ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കളുടെ അടുത്ത് പരമാവധി ടൈം സ്പെൻഡ് ചെയ്യാനും അവരുടെ ഇടയിൽ വരുന്ന മാറ്റങ്ങൾ, അവർക്കുണ്ടാകുന്ന പരിവർത്തനങ്ങളൊക്കെ വാച്ച് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനൊക്കെ രക്ഷിതാക്കൾക്ക് പറ്റണമെങ്കിൽ അവരോട് പരമാവധി സമയം സ്പെൻഡ് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ട്, രണ്ടുപേരെയും പറ്റിയിട്ട് പറയാണ്, എൻ്റെ ഈ 2 ചെവി കൊണ്ട് ഞാൻ കേൾക്കുകയുണ്ടായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ഈ 2 കണ്ണ് കൊണ്ട് ഞാൻ കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 2 കരങ്ങൾ കൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെയോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയോ കൈപടങ്ങൾ പിടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 കരങ്ങൾ കൊണ്ട്, നബിന്റെ 2 കൈകൾ കൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെയോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയോ കൈകൾ പിടിച്ചു. എന്നിട്ട് അവരുടെ കാൽപാദം നബിയുടെ കാൽപാദത്തിന്മേൽ കയറ്റി വെച്ചു. റസൂലുള്ളാഹിന്റെ കാലുമക്ക് ഇങ്ങനെ കയറ്റി വെച്ചു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കയറിക്കോളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയുടെ നെഞ്ചിൽ തന്റെ കാലെത്തും വരെ ആ കുട്ടി ഇങ്ങനെ കയറിയെന്ന്, ചവിട്ടി കയറിയെന്ന്. അപ്പൊ റസൂലുള്ളാഹി എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം കാര്യങ്ങൾ നോക്കി നടത്തണം. മക്കയുടെയും മദീനയുടെയും സ്വഹാബാക്കളുടെയും ഉത്തരവാദിത്തങ്ങൾ, അതിനിടക്ക് വരുന്ന യുദ്ധങ്ങൾ, അതിന് വരുന്ന ഭരണപരമായ പ്രശ്നങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ നോക്കി നടത്തണം. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ പേരക്കുട്ടികളെ അങ്ങനെ കളിപ്പിക്കണതും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോടൊക്കെ സമയം ചെലവഴിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് നിന്റെ വായ തുറക്കൂ കുട്ടിനോട് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ ചുംബിച്ചു. എന്നിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ നീ ഈ മക്കളെ ഇഷ്ടപ്പെടണമേ, ഞാൻ തീർച്ചയായിട്ടും ഇവരെ ഇഷ്ടപ്പെടുന്നു എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രായം കൊണ്ട് വളരെ ചെറുതാണ്, റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. അവർക്ക് പള്ളിയിൽ ഇങ്ങനെ ആയോധന കല നടക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോൾ വെച്ചു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ സ്നേഹം കൂടി ടെസ്റ്റ് ചെയ്യാണ്, ഭാര്യയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ പരമാവധി ഇപ്പോൾ ഈ സമയം എന്നൊക്കെ പറയുന്നത് കുറേ തിരക്കുകളൊക്കെ ഒഴിഞ്ഞൊരു ടൈമും കൂടിയായിരിക്കും. അപ്പോൾ വീട്ടിൽ സമയം ചെലവഴിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യമാണിത്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ തോളത്ത് വെച്ച് തല ഇങ്ങനെ വെച്ചിട്ട് അവിടെ പള്ളിയിൽ നടക്കുന്ന ആയോധന കല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ആയിഷ മതിയില്ലേ? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പോരെ റസൂലേ, എനിക്ക് കുറച്ചും കൂടി നേരം വേണം. എന്നാ ശരി, കുറച്ചും കൂടി കണ്ടോ. വീണ്ടും അങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ കുടുംബത്തിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ, ചെലവഴിക്കാൻ അള്ളാന്റെ റസൂൽ എത്രത്തോളം താല്പര്യം കാണിച്ചു, സമയം കണ്ടെത്തി എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് കുട്ടികൾ പുറത്തു പോകുമ്പോൾ സ്വാഭാവികമാണ് ടൂറ് കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ നമ്മൾ പുറത്തു പോകുമ്പോൾ ആരുടെ കൂടെ പോകുന്നു, അവരെന്തൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നു, കൂട്ടുകെട്ട് എന്താണ് എന്നൊക്കെ രക്ഷിതാക്കൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം, അവരെ നിരീക്ഷിച്ചിരിക്കണം. ഇല്ലെങ്കിൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും, ഒരുപാട് സമയം നമ്മൾ ഖേദിക്കേണ്ടി വരും, ഇതിന്റെ കാര്യത്തിൽ ഒരുപാട് നമ്മൾ വ്യസനിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു വേനലവധി കാലത്ത് മക്കൾക്ക് നൽകാവുന്ന ഒരുപാട് ധാർമ്മികമായ അവസരങ്ങളുണ്ട്. ഇപ്പോൾ വിസ്ഡം സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇഷ്ടം പോലെ ഒരുപാട് നല്ല മോറൽ ക്ലാസ്സുകൾ, വേനലവധിയിൽ നടക്കുന്ന ഒരുപാട് കോഴ്സുകൾ, ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ നാട്ടിലത് നടക്കുമ്പോൾ അതൊക്കെ അവർ നടത്തുന്നതിന് എന്തിനാണ്? ഇതിന്റെ പ്രവർത്തകരായ, ഇത് സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥികളും ഈ വിദ്യാർത്ഥി തലത്തിലുള്ളവരാണ്. അവർക്കും ഇതേപോലെ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് ഔട്ട് ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ട്. എന്നിട്ട് ഈ കുട്ടികൾ ഇതിൽ സംഘടിപ്പിച്ചു കൊടുക്കുന്നത് എന്തിനാണ്? അവരുടെ അതേ പ്രായത്തിലുള്ള മക്കൾ ധാർമ്മികമായി ചിന്തിക്കട്ടെ, നന്മയിൽ സഞ്ചരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അത്തരം ക്ലാസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്, അത്തരം പ്രോഗ്രാമുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, കോഴ്സുകളുണ്ട്. അതിലൊക്കെ എൻ്റെ കുട്ടികളെ എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നൊരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യുക, നമ്മുടെ ഭാഗത്തുനിന്ന് പരിശ്രമിക്കുക, റബ്ബിൽ ഭരമേൽപ്പിക്കുക, പ്രാർത്ഥിക്കുക. ബാക്കി എല്ലാം റബ്ബിന്റെ അടുക്കലാണ്. അള്ളാഹു തആല കൺകുളിർമയുള്ള മക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ധന്യമാക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ വിസ്മരിക്കാതെ
എല്ലാ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് മാർഗദർശന ഗ്രന്ഥമായി അവതരിപ്പിച്ച് നൽകുക വഴി ഓരോ വിശ്വാസിക്കും ആ ഖുർആനിനോട് ചില ബാധ്യതകളുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊരു ബാധ്യത ആ ഖുർആനിനെ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ്. പരലോകത്ത് ഒരു വിഭാഗം ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് വെച്ച് പറയുന്നതായിട്ടുള്ള ഒരു കാര്യം പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയും, വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടാതെ ദൂരേക്ക് മാറി നിൽക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് നാളെ വിചാരണയുടെ വേളയിൽ പറയും. 25-ാമത്തെ സൂറത്ത് ഫുർഖാനിന്റെ 30-ാമത്തെ ആയത്തിലാണ് ഈ കാര്യമുള്ളത്. അള്ളാഹു തആല എന്താണ് പറയാ? വഖാല റസൂൽ, പ്രവാചകൻ പറയും, ഒരു വിഭാഗത്തെ നോക്കിയിട്ട് പറയും, യാ റബ്ബ്, എന്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി ഇത്തഖദൂ, തീർച്ചയായും ഈ സമുദായം, ഈ വിഭാഗം, ഈ ആളുകൾ, ഈ ജനത, ഇത്തഖദൂ എന്ന് അറബി പറഞ്ഞ അർത്ഥം സ്വീകരിച്ചു എന്നാണ്. തിരസ്കരിച്ചു എന്നല്ല, ഒഴിവാക്കി എന്നല്ല, സ്വീകരിച്ചു. ഇത്തഖദൂ ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ അവര് സ്വീകരിച്ചു. മഹ്ജൂറ, തള്ളിക്കളഞ്ഞ രൂപത്തിൽ നിന്ന്, ഒഴിവാക്കിക്കൊണ്ട്. അപ്പൊ ഖുർആനിനെ അവര് തള്ളിക്കളഞ്ഞു എന്നല്ല അല്ലാഹു പറയണത്, ഖുർആനിനെ അവർ സ്വീകരിച്ചു. പക്ഷെ ഖുർആനിനോടുള്ള ബാധ്യതകൾ അവർ നിറവേറ്റിയില്ല എന്നാണ് ആയത്തിലുള്ളത്. അപ്പൊ ഖുർആൻ ഓതുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പരിശുദ്ധ ഖുർആൻ അത് ധാരാളമായി ആഴത്തിൽ ഇറങ്ങി പഠിക്കുക, ഖുർആനിനോടുള്ള ബാധ്യത നിറവേറ്റുക, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന കാര്യത്തിൽ താല്പര്യം കാണിക്കുക, അത് പാരായണം ചെയ്യുന്ന വിഷയത്തിൽ താല്പര്യം കാണിക്കുക. ഇതിനെല്ലാം ഖുർആൻ പഠിപ്പിച്ച അടിസ്ഥാന തത്വങ്ങളെ നിരാകരിക്കുക. ഇതിനെയൊക്കെ ഗൗരവത്തോടു കൂടി അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. അവര് ഖുർആനിനെ സ്വീകരിച്ചത് തള്ളിക്കളയുന്ന രൂപത്തിലാണ് എന്ന്. അപ്പൊ പരിശുദ്ധ ഖുർആനിനെ കേവലം വീട്ടിൽ നിന്ന് ചില സമയങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യാനുള്ള ഒരു ഗ്രന്ഥമായി, ഒരു കിതാബായി മാത്രമല്ല കാണേണ്ടത്. നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥിയാണത്, അടിസ്ഥാന രേഖയാണ്, മാർഗരേഖയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് സ്വഹാബാക്കൾ ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഉത്തരം എന്താണ്? കാന ഖുൽഖുഹു ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന്. അതായത് പരിശുദ്ധ ഖുർആനിൽ എന്താണോ ഉള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സ്വഭാവ ഗുണത്തോടു കൂടി ജീവിച്ചു. ആ ഒരു സ്വഭാവ ഗുണം കടന്നു വരാൻ, ഇപ്പോ നമ്മൾ തന്നെ പറയില്ലേ, എന്താണെന്നറിയില്ല, എൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഭയങ്കര ഹാർഷാണ്, ഭയങ്കര ടഫാണ്, ഭയങ്കര എൻ്റെ ഹൃദയം മരവിച്ചു പോയൊരു ഹൃദയമാണ്, എനിക്ക് അങ്ങനെ കരച്ചിൽ വരൂല, ഒരാൾ സങ്കടം പറഞ്ഞാലൊന്നും എൻ്റെ ഹൃദയം അലിയൂല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നറിയോ? ഒരു പണ്ഡിതന്റെ ഒരു കിതാബനുണ്ട് ഈ വിഷയത്തിൽ. അതായത് നമ്മളെ ഹൃദയത്തെ അലിയിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിതാബനുണ്ട്. ആ കിതാബിൽ അദ്ദേഹം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഹൃദയം മരവിക്കുന്നതിന്റെ കാരണങ്ങളും ഹൃദയം ലോല ഹൃദയമായി മാറുന്നതിന്റെ വഴികളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചും. ആ പരിഹാരത്തിൽ പറയുന്ന ഒരു മാർഗം എന്താണെന്നറിയോ? ധാരാളമായി ഖുർആനിനോട് അടുക്കുക. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഓതും തോറും, അത് ധാരാളമായി പഠിക്കും തോറും, കേവലമായൊരു പാരായണത്തിനപ്പുറത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അകക്കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു പഠനം നിങ്ങൾക്ക് സാധ്യമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഹൃദയം അലിയും എന്നാണ്. എന്നിട്ട് അതിനവർ തെളിവായി പറയുന്നത് എന്താണ്? 8-ാമത്തെ സൂറത്ത് മുഅ്മിനൂനിലെ അൻഫാലിലെ 2-ാമത്തെ ആയത്താണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം നടുങ്ങിപ്പോകും. പരിശുദ്ധ ഖുർആൻ അവർക്ക് മേലിൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിച്ചു വരുന്നതായി കാണാൻ കഴിയുമെന്ന്. അപ്പൊ ഖുർആനിനെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ഹദീസുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് അത് നിങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നത് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന സദസ്സിലേക്ക് അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങി വരുമെന്നാണ്. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, ചർച്ച ചെയ്യുന്ന സദസ്സിലേക്ക്. ഇത് അള്ളാന്റെ റസൂലിന്റെ ഹദീസാണ്. ആ ഹദീസിന്റെ സാരമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഖുർആൻ പഠിക്കുന്ന, ചർച്ച ചെയ്യുന്ന സദസ്സുകളിലേക്ക്, ഇടങ്ങളിലേക്ക്, അത് വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അവിടേക്ക് അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങി വരും.
അതേപോലെ തന്നെ പള്ളിയിൽ വെച്ചിട്ടാണോ, പള്ളിയുമായി അനുബന്ധമായിട്ടാണോ നമ്മൾ ഖുർആൻ പഠിക്കുന്നത്, അവിടേക്ക് അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങി വരും. നമ്മൾ പറയാറില്ലേ, വീട് ഇപ്പോ ശാന്തി ഭവനം എന്നൊക്കെ പേരിടും ചിലവര്, അല്ലെങ്കിൽ മസ്കൻ എന്നൊക്കെ പേരിടും. ശരിക്കും മസ്കൻ എന്ന് പറഞ്ഞാല് ഭാഷാപരമായി അർത്ഥം അറബിയിൽ ഹോസ്റ്റൽ എന്നാണ്. പക്ഷെ മസ്കൻ എന്ന് പറഞ്ഞാൽ വീടിനും പ്രയോഗിക്കാറുണ്ട്. ശരിക്കും അത് ഉപയോഗിക്കുന്നത് എന്താ, സക്കീനത്ത് ഇറങ്ങുന്ന, ശാന്തി സമാധാനം ഇറങ്ങുന്ന സ്ഥലത്തിനാണ് മസ്കൻ എന്ന് പറയാം. വീടിന് ചിലവർ മസ്കൻ എന്നൊക്കെ പേര് വെക്കും, ശാന്തി ഇറങ്ങുന്ന സ്ഥലം. അതിന്റെ ഉള്ളിൽ ഫുള്ള് അടിനായാട്ടമായിരിക്കും, പേരൻ്റെ അകത്ത് ഫുള്ള് പ്രശ്നങ്ങളായിരിക്കും. അതിന്റെ അടിസ്ഥാന വിഷയം എന്താ, അവിടെ റബ്ബിന്റെ റഹ്മത്തില്ല. അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങാത്തതിന്റെ കാരണം എന്താ, അടിസ്ഥാന വിഷയം അവിടെ അള്ളാന്റെ റഹ്മത്തായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നില്ല, അത് പാരായണം ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. അപ്പൊ അത് നമ്മൾ പഠിച്ചാലോ അള്ളാന്റെ റഹ്മത്ത് നമ്മളിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് ഓൺലൈനിലാണോ ഉള്ളത്, ഓൺലൈനിൽ ഉപയോഗപ്പെടുത്തുക. ഓഫ്ലൈൻ ആയിട്ടാണോ നമുക്കുള്ളത്, നമ്മുടെ മുമ്പിൽ ഈ പള്ളിയുമായി അനുബന്ധപ്പെട്ട് എന്തൊക്കെയോ സൗകര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും എത്ര കുറഞ്ഞ സമയമാണുള്ളത്, ആ കുറഞ്ഞ സമയത്തെങ്കിലും നമ്മളതൊന്ന് ബാക്കിയുള്ള തിരക്കൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മൾ ആ 24 മണിക്കൂറിന്റെ ഇടയിൽ നിന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നമ്മൾ അതിനു വേണ്ടി മാറ്റി വെച്ച് വന്നാലുണ്ടല്ലോ, ബാക്കിയുള്ള 24 മണിക്കൂർ അള്ളാഹു നമുക്ക് ബർക്കത്തുള്ളതാക്കി മാറ്റിത്തരും. ഈ സമയം നിർണയിച്ചെന്നത്, സമയത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നതൊക്കെ റബ്ബിന്റെ അടുക്കലാണ്. അള്ളാഹുവിന്റെ ബർക്കത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക. അള്ളാഹ് പറയണത്, നിങ്ങൾ പരിശുദ്ധ ഖുർആന്റെ 54-ാമത്തെ സൂറത്തു ഖമറിലെ 17-ാമത്തെ ആയത്തിലും 22-ാമത്തെ ആയത്തിലും 32-ാമത്തെ ആയത്തിലും 40-ാമത്തെ ആയത്തിലും അല്ലാഹു തആല പറയുന്നുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് അല്ലാഹ് ഖുർആനെ എളുപ്പമാക്കിയിട്ടുണ്ട്, ചിന്തിക്കുന്നവരുണ്ടോ എന്ന്. 47-ാമത്തെ സൂറത്ത് മുഹമ്മദിന്റെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവരെന്താണ് ഖുർആനിനെ പറ്റി ചിന്തിക്കാത്തത്, അം അലാ ഖുലൂബിൻ മഖ്ഫാലുഹ, അവരുടെ ഹൃദയങ്ങൾക്ക് അവർ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ എന്ന്. അപ്പോൾ കേവലം ഖുർആന്റെ ആയത്തുകൾ തന്നെ മാത്രം ഓതിപ്പോവാതെ ആ ആയത്തുകൾക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ആയത്തിൽ അള്ളാഹ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ സലഫുകൾ എങ്ങനെയാണ് വിശദീകരിച്ചത് എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്കുണ്ടാകും, അള്ളാഹുവിന്റെ ബർക്കത്ത് നമുക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അത്തരം അവസരങ്ങൾ നമ്മുടെ പള്ളിയുമായി കേന്ദ്രീകരിച്ച് തന്നെ ഒരുപാട് അവസരങ്ങൾ നമുക്കിവിടെ ഉണ്ട്. ആ അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ ഇവിടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്ലാസ്സുകൾ, ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകളിലേക്കെല്ലാം നമ്മൾ കുടുംബസമേതം വന്നിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അത് പകർന്നു നൽകാനും ആ മേഖലയിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാനുമുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായി, രഹസ്യമായും പരസ്യമായും, അറിഞ്ഞും അറിയാതെയുമായി നാം ചെയ്തിട്ടുള്ള സർവ്വ വീഴ്ചകളും പോരായ്മകളും തെറ്റുകളും അല്ലാഹു തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കടം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പട്ടിണി, ദാരിദ്ര്യം, കടബാധ്യത എല്ലാം അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗം അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ശിഫ നൽകി അവർക്കും നമുക്കുമൊക്കെ പരിപൂർണമായ ആയുസ്സാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫിലസ്തീനിലെ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അല്ലാഹു തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരിൽ നിന്നുള്ള ഷഹീദുകളെ റബ്ബ് സ്വീകരിക്കട്ടെ. അതേപോലെ തന്നെ അവർക്ക് ആ നാട്ടിൽ നിർഭയത്വത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫാഷിസ്റ്റ് ഭരണകൂടം ശക്തികൾ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങളും കുബുദ്ധി നിറഞ്ഞ പ്രവർത്തനങ്ങളും എല്ലാം അല്ലാഹു തആല നിരർത്ഥകമാക്കി കൊടുക്കുമാറാകട്ടെ. നിർഭയത്വത്തോടുകൂടി ഈ നാട്ടിൽ ജീവിക്കാനും മുന്നോട്ട് പോകാനും ആർജവത്തോടുകൂടി ജനിച്ചു വളർന്ന ഈ നാട്ടിൽ നിലനിൽക്കാനുമുള്ള സൗഭാഗ്യവും ജനാധിപത്യപരമായി അത്തരം കാര്യങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാനുമുള്ള കഴിവും അറിവും വിവേകവും റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാം മുസ്ലിം ഉമ്മത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين 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 برحمتك يا ارحم الراحمين والحمد لله رب العالمين.